MJ അങ്കിൾ, നല്ലൊരു മെലഡി കേൾക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ കേൾപ്പിച്ചിരിക്കും. നമ്മൾ ആര്യ ചേച്ചിയുടെ സ്ഥലത്ത് നിന്ന് ഒരാളെ വിളിക്കാൻ പോവാണ്. കണ്ണൂരിൽ നിന്ന് ഒരു പടയാളി എത്തിയിട്ടുണ്ട്. നമ്മുടെ പെൺപുലിയാണ് എത്തുന്നത്. ദിയക്കുട്ടി, ലെറ്റ്സ് വെൽക്കം ദിയ ഓൺ സ്റ്റേജ്. ദിയക്കുട്ടി, ഹായ് ചേച്ചി. എന്റെ പടയാളിയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ പാട്ട് കേട്ടിട്ട് കുറച്ചു പേരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ ഒരാൾ വിളിച്ചു. ഓ, എന്താരാ? അതെ, എനിക്കറിയണതല്ല. പക്ഷെ മലപ്പുറത്ത് നിന്ന് ദേവകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു. നല്ല വയസ്സുണ്ട് മുത്തശ്ശിക്ക്. വിളിച്ചു, സംസാരിച്ചു, അനുഗ്രഹം തന്നു, നന്നായിട്ട് പാടാൻ പറഞ്ഞു. സ്പെഷ്യൽ വിശേഷം. നന്നായി പാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇനിയും ഇങ്ങനെ തന്നെ നന്നാക്കാം അല്ലേ? ഇനിയും നന്നാക്കിക്കൊണ്ടേയിരിക്കണം, നന്നായിക്കൊണ്ടേയിരിക്കണം. എത്ര മുട്ടായി മഴ പെയ്തു ഇതുവരെ? 3. ഓ, അപ്പൊ ഇന്ന് പെയ്യോന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതെ ആയിരിക്കും. അതെ, ആയിരിക്കും. ഏത് പാട്ടാ പാടുന്നേ? നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നല്ല പാട്ട്. ഫിലിം നീലക്കടമ്പ്. വർഷം 1985. മ്യൂസിക് രവീന്ദ്ര മാഷ്. ലിറിസിസ്റ്റ് K ജയകുമാർ സാർ. പാടിയത് ചിത്രാമ്മ. ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ആണോ? അതെ. പിന്നെ എങ്ങനെ ഈ പാട്ട് പാടും? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പാടാം. ഞാൻ പേടിച്ചു പോയി. മാറ്റേണ്ടി വരുമല്ലേ? പാട്ടുകളെല്ലാം, ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റാണ്, സിനിമ ഇറങ്ങിയില്ലെങ്കിലും. ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കയ്യിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരു കൊളുത്തിയൊരായിരം കണ്ണുള്ള ദീപം, ദീപം നീലക്കടമ്പുകളിൽ, നീലക്കൺ പീലികളിൽ ഏതപൂർവചാരുത, ഏതപൂർവ നീലിമ. അങ്ങനെ പാട്ടുണ്ട്. പിന്നെ കുടജാദ്രിയിൽ നിന്നുള്ള പാട്ട്, ഏത് നവരാത്രി വന്നാലും ആ പാട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റേഡിയോയിലൂടെ കേട്ടോണ്ടിരിക്കും. കുടജാദ്രിയിൽ കുടികൊള്ളും മൂകാംബിക. അതുപോലെ തന്നെ K ജയകുമാർ സർ, അദ്ദേഹം എത്ര 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 പാട്ടുകൾ നമുക്ക് തന്നിരിക്കുന്നു. ചന്ദന ലേപ സുഗന്ധം തൊട്ട് ഈ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ, അതുപോലെ നീലക്കുറിഞ്ഞികൾ. സോ മേക്ക് ഇറ്റ് ഗ്രേറ്റ്. 4ാമത്തേതിലേക്കുള്ള കാൽവയ്പാകട്ടെ. അതെ, കാൽവെച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ,
കാണാതെ ആരും കേൾക്കാതെ എന്നിലേക്കെന്നും വരുന്നു എൻ മൺകുടിൽ തേടി വരുന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ലാസ്യനിലാവിന്റെ ലാളനമേറ്റു ഞാനൊന്നു മയങ്ങി. കാറ്റും കാണാതെ കാടും ഉണരാതെ എന്റെ ചാരത്തു വന്നു എൻ പ്രേമ നൈവേദ്യമണിഞ്ഞു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി ഞാൻ പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ താങ്ക് യു. ദിയ എന്താ സാർ? പേടിച്ചു പോയോ? ഇല്ല അതെ, ഒരു ഗ്ലും മൈന്യൂട്ട് ശ്രുതി പ്രോബ്ലംസ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള നഷ്ടം എന്ന് പറയുന്നത് 1.5 മാർക്സ് ആണ്. It is going to be 98.5 out of 100 for Diya Kuti today. താങ്ക് യു. എന്റെ ചാരത്ത് വന്നു എൻ പ്രേമ നൈവേദ്യമണിഞ്ഞു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. MJ അങ്കിൾ, നമ്മള് ദിയക്കുട്ടിയാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. ഗിഫ്റ്റ് മേടിക്കാം. ഓക്കെ, ആര് വരണ്ടേ? എനിക്കിന്ന് കുറച്ചുകൂടെ ആവേശമുണ്ട് വരാൻ. ചിറകൊക്കെ ഉള്ളത് പോരെ, പോരെ, പോരെ. ഞാൻ ചെറുത് വരാം. വെച്ച് പറന്നങ്ങ് വരും. ആര് ചേച്ചി? ആര് ചേച്ചി? എന്നാ ആര്യ ചേച്ചി വന്നോ? അപ്പൊ എന്നെ കാണാൻ താല്പര്യമൊന്നുമില്ല. ആഗ്രഹമാണെങ്കിൽ വന്നോന്ന്. എഴുന്നേക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. ആ കുഴപ്പം, ഇങ്ങനെയൊക്കെ വലയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വീശി വീശി വരുന്നു. അതെ. വെറുതെ പല്ലേക്കരുത്, 2 നേരം മാത്രം. ഓക്കെ, വെറുതെ തേക്കരുത്, തയഞ്ഞു പോകും. വില്ലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ അതെ. ഫോർ ദിയക്കുട്ടി. കൺഗ്രാറ്റുലേഷൻസ്. കണ്ടല്ലോ, ആ ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കൂ എല്ലാവരും. ആ ലുക്ക്, മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഇങ്ങനെ പിടിച്ചിട്ട്? ഞാൻ ഈ മഞ്ഞത്ത് തണുക്കുന്നോണ്ട് അതെ. പുറയ്ക്കാൻ വേണ്ടി. മെർമെയ്ഡ് പോലെ ഉണ്ട് ഇപ്പൊ. മെർമെയ്ഡ്. ഓക്കെ, മെർമെയ്ഡ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ Thank you. കുട്ടി.